നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെപ്പറ്റി 4-5 വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് രാശിചക്രം, എന്താണ് ലഗ്നം, എന്താണ് ചന്ദ്രലഗ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു ജാതകം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് അത് പരിശോധിക്കുന്നത്, അതിലെ കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് അടിസ്ഥാനങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഗ്രഹനില അല്ലെങ്കിൽ ജാതകം എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒരുപാട് ഡീപ്പായിട്ട് ആദ്യം തന്നെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ജാതകത്തിൽ ജീവിതത്തിലെ മുഴുവൻ അനുഭവങ്ങളെയും നമ്മൾ 12 ഭാവങ്ങളിലായിട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ജ്യോതിഷത്തിൽ 12 ഭാവങ്ങളിലായിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിത അനുഭവങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ജീവിതാനുഭവങ്ങൾ ചേർത്ത് എഴുതുന്നതാണ് നമ്മൾ ജാതകം എന്ന് പറയുന്നത്. ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഈ 12 ഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ ഭാവത്തെ നമ്മൾ ലഗ്നം എന്ന് പറയുന്നു. പിന്നെ 2-ാം ഭാവം, 3-ാം ഭാവം, 4-ാം ഭാവം, അങ്ങനെ ഓരോരോ ഭാവമായിട്ട് 12-ാം ഭാവം വരെ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഓരോ ഭാവത്തിനും അനേകം ഉപവിഭാഗങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒരേ ഭാവം കൊണ്ട് തന്നെ തിരിച്ചറിയാം. പല ഭാവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാതക പരിശോധന എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ഭാവങ്ങളായിട്ട് നോക്കാം. ഈ ഓരോ ഭാവത്തിൻ്റെയും അളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പോകാം. അതിൻ്റെ ഗണിതപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഓരോ ഭാവത്തിനും ആ രാശിനാഥൻ എന്ന് പറയുന്ന പോലെ ഭാവനാഥൻ ഉണ്ട്. പിന്നെ ഓരോ ഭാവത്തിനും കാരകനുണ്ട്, ഭാവകാരകൻ ഉണ്ട്. മാത്രവുമല്ല ഓരോ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തിനും കാരകന്മാർ ഉണ്ട്. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഓരോരോ വീഡിയോകളായിട്ട് പറയാം. അല്ലെങ്കിൽ എല്ലാം കൂടെ വലിയ കൺഫ്യൂഷന് ഉണ്ടാകും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ലഗ്നം അല്ലെങ്കിൽ 1-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ലഗ്നം എന്ന് പറയുന്നത് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. നമ്മൾ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് സൂര്യാഭിമുഖമായിട്ട് വരുന്ന രാശിയാണ് ലഗ്നം എന്നറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. കേരളീയ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നായ പ്രശ്നമാർഗത്തിൽ ഈ ലഗ്നം മുതൽ 12 ഭാവങ്ങൾ ചിന്തിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം ജയോ വബുച്ഛ തത്സർവം ചിന്തനീയം വിലഗ്നത. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം ജയോ വബുച്ഛ തത്സർവം ചിന്തനീയം വിലഗ്നത. ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നത് ദേഹസ്യ സൗഷ്ഠവം, ശരീരത്തിൻ്റെ സൗഷ്ഠവം, ആരോഗ്യം, അതുപോലെ തന്നെ സ്വാസ്ഥ്യം, ദേഹത്തിൻ്റെ സ്വസ്ഥമായ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നു. ശ്രേയോ, ശ്രേയസ്, യശസ്, സുഖം, ശ്രേയസ്സും യശസ്സും, അതായത് കീർത്തിയും, എന്നെന്നും നിലനിൽക്കുന്ന കീർത്തിയും, സുഖവും, ജയം, വിജയം, ഓരോ കാര്യത്തിലുള്ള വിജയം, ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള വിജയം, അതിനെ വിചാരിക്കുന്നത് ലഗ്നം കൊണ്ടാണ്. വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം, സൗന്ദര്യം എന്നൊക്കെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആ ശരീരത്തിൻ്റെ മാഹാത്മ്യം, നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാഹാത്മ്യം. ഇത്രയും കാര്യങ്ങളാണ് ലഗ്നം കൊണ്ട് ചിന്തിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ലഗ്നം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യപരമായിട്ടുമുള്ള അവസ്ഥകൾ ചിന്തിക്കുന്ന ഭാവം എന്ന് പറയുന്നത് ലഗ്നഭാവമാണ്, 1-ാം ഭാവമാണ്. ഈ 1-ാം ഭാവമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1-ാം ഭാവമാണ്. അപ്പം നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചാലും ലഗ്നവും കൂടെ ചിന്തിക്കണം. ഈ ലഗ്നം എന്ന് പറയുന്നത് പരമപ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതായത് ആ വ്യക്തി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിൻ്റെ ബേസിക്
ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ ലഗ്നത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ലഗ്നത്തിൽ അടങ്ങിയിരിക്കുന്നു. അപ്പം ഇത് സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലൊരു പദ്യം എന്ന് പറയുന്നത് മൂർത്തിയും കീർത്തിയും സ്ഥാനം സുഖവും ദേഹസൗഷ്ഠവം ശ്രേയസ്സും ജയവും സ്വാസ്ഥ്യം ലഗ്നം കൊണ്ട് നിരൂപയേ എന്നാണ് പറയുന്നത്. മൂർത്തിയും കീർത്തിയും, മൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, കീർത്തി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി, സ്ഥാനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ നമ്മുടെ സ്ഥാനം, അതുപോലെ തന്നെ സുഖം, ദേഹ സൗഷ്ഠവം, ദേഹത്തിൻ്റെ ആരോഗ്യ നില അല്ലെ അതിൻ്റെ ഭംഗി, ശ്രേയസ് നമ്മുടെ വിജയം, ഇതെല്ലാം ലഗ്നം കൊണ്ട് ചിന്തിക്കണം എന്നാണ് ആ മലയാള പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമാർഗം പോലെ തന്നെ പ്രശ്ന രീതിയിലും ഭാവങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അത് നടപ്പാക്കുമോ, അയാൾക്ക് അതിനുള്ള ധൈര്യവും മുന്നിട്ടിറങ്ങാനുള്ള ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ലഗ്നം കൊണ്ടാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ലഗ്നം എന്ന് പറയുന്ന രാശിയുടെ പ്രത്യേകത നമ്മൾ കണക്കിലെടുക്കണം. പിന്നെ ലഗ്നത്തിൻ്റെ അധിപൻ അല്ലെ ലഗ്നത്തിൻ്റെ കാരകൻ എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യനും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ബലം കൂടെ നോക്കണം. ലഗ്നത്തിൻ്റെ ബലം നമ്മൾ നോക്കുന്ന കൂട്ടത്തിൽ ഈ ലഗ്നത്തിൻ്റെ ബലമുള്ള ലഗ്നമാണെങ്കിലും സൂര്യനും കൂടെ ബലമുണ്ടോ, സൂര്യൻ ശക്തനായിട്ടാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യം നോക്കണം. സൂര്യൻ്റെ ഇഷ്ടഭാവസ്ഥിതി ഉള്ള ജാതകമാണോ എന്ന് നോക്കണം. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ ആത്മശക്തിയും വ്യക്തിത്വവും എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കപ്പെടുന്നത്, ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് അയാളുടെ ആത്മവിശ്വാസം അല്ലെ ആത്മശക്തി, അതുപോലെ തന്നെ അയാളുടെ ഒരു മുന്നിട്ടിറങ്ങാനുള്ള ഒരു കഴിവ്, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള കഴിവ്, അയാളുടെ വ്യക്തിത്വം, ഇതൊക്കെ എങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. അപ്പോൾ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. അയാൾക്ക് ഏതെല്ലാം സ്ഥാനങ്ങൾ ലഭിക്കും എന്നൊക്കെ നമുക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ലഗ്നത്തെ പറ്റി ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ലഗ്നത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത് രാശിയാണ്. ഏത് രാശിയാണ് നമ്മുടെ ലഗ്നമായിട്ട് വരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്. അപ്പം മേടൻ രാശി മുതൽ മീനം രാശി വരെയുള്ള 12 രാശികളിൽ ഏതാണ് ലഗ്നമായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം ലഗ്നം ആയിട്ട് വരുന്ന രാശിയുടെ പ്രത്യേകത ഈ വ്യക്തിയിൽ വളരെ പ്രകടമായിട്ട് ഉണ്ടായിരിക്കും. പിന്നെ ആ രാശിയുടെ സ്ഥിതി, ആ രാശിയുടെ സ്വഭാവം, അതുപോലെ തന്നെ ആ രാശ്യാധിപൻ്റെ സ്വഭാവം, ഇത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലഗ്നാധിപൻ അല്ലെങ്കിൽ ലഗ്നമായിട്ട് വരുന്ന രാശിയുടെ അധിപൻ ആരാണ് എന്നുള്ളത് അനുസരിച്ച് ഓരോരുത്തരുടെ സ്വഭാവത്തിലും കൃത്യനിഷ്ഠയിലും അതുപോലെ തന്നെ സമൂഹത്തിലെ പെരുമാറ്റത്തിലുമൊക്കെ വളരെയേറെ വ്യത്യാസങ്ങൾ വരും. ലഗ്നത്തിൻ്റെ രാശി ഏതാണ്, ഏത് രാശിയാണ് ലഗ്നമായിട്ട് വരുന്നുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞിട്ട് ആ ലഗ്നത്തിന് ബലമുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അടുത്തതായിട്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്നത് ലഗ്നമാണ് എന്ന് പറഞ്ഞു. ആ രാശിക്ക്, ലഗ്നമായിട്ട് വരുന്ന രാശിക്ക് ലഗ്നാധിപൻ്റെ ദൃഷ്ടിയോ ലഗ്നാധിപനുമായിട്ടുള്ള യോഗമോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ വ്യാഴത്തിൻ്റെ യോഗമോ ബുധൻ്റെ യോഗദൃഷ്ടികളോ ഉണ്ടെങ്കിൽ ലഗ്നത്തിന് ബലമുണ്ട് എന്ന് നമുക്ക് സാമാന്യമായിട്ട് പറയാം. വ്യാഴ ദൃഷ്ടിയുള്ള ലഗ്നമാണെങ്കിൽ ലഗ്നത്തിന് ബലമുണ്ട്. വ്യാഴം എന്ന് പറയുന്നത് ദൈവാധീനം നൽകുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ ശുക്രയോഗവും ബലപ്രദമാണ്. ലഗ്നത്തിന് ബലം നൽകുന്നതാണ് ശുക്രൻ്റെ യോഗവും. അതോടൊപ്പം തന്നെ ലഗ്നകേന്ദ്രങ്ങളിലും ത്രികോണങ്ങളിലും, ലഗ്നകേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 4, 7, 10 ഈ 4 ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതും, അതുപോലെ തന്നെ ത്രികോണങ്ങളിൽ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ, 1 എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 1, 4, 7, 10 അല്ലെങ്കിൽ 1, 5, 9 എന്നീ ഭാവങ്ങളിൽ, അതായത് കേന്ദ്രങ്ങളിലും ത്രികോണങ്ങളിലും ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് ലഗ്നത്തിന് ബലം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ ഹോരാധിപൻ, ദ്രേക്കാണാധിപൻ, നവാംശക അധിപൻ മുതലായവർ ശുഭഗ്രഹങ്ങളായിരുന്നാലും ലഗ്നത്തിന് ബലം ലഭിക്കുന്നതാണ്. അപ്പോൾ ലഗ്നത്തിന് ബലം ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക്
ആത്മവിശ്വാസവും ധൈര്യവും മുന്നിട്ടിറങ്ങാനുള്ള കഴിവും വിജയവും എല്ലാ കാര്യങ്ങളിലും വിജയവും ലഭിക്കണമെങ്കിൽ ലഗ്നത്തിന് ബലമുണ്ടായിരിക്കണം. അതുപോലെ ആരോഗ്യം ഉണ്ടാകണമെങ്കിലും ശരീരത്തിന് നല്ല ആരോഗ്യവും പ്രതികൂല സാഹചര്യങ്ങളെ പോലും നേരിടാനുള്ള ശക്തിയുമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ലഗ്നത്തിന് നല്ല ബലം ഉണ്ടായിരിക്കണം. ലഗ്നം ശുഭക്ഷേത്രമായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമുക്ക് സാമാന്യമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. ശുഭഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ലഗ്നമായിട്ട് വരുന്നത് നല്ലതാണ്. അല്ലാത്ത അതെല്ലാം ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അത് അതിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വളരെ വിശദമായിട്ട് നോക്കാം. സാമാന്യഗതിയിൽ പൊതു നിയമങ്ങൾ പറയുമ്പം ശുഭഗ്രഹങ്ങളുടെ രാശികളായിട്ട് വരുന്ന ലഗ്നങ്ങൾ നല്ലതാണ് എന്ന് പറയുന്നതേ ഉള്ളൂ. മറ്റ് രാശികൾ മോശമല്ല, അതിന് അതിൻ്റേതായ ചില ഗുണങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ വിജയം നൽകുന്നതാണത്. ലഗ്നാധിപന്റെ യോഗദൃഷ്ടികളും കേന്ദ്ര ത്രികോണ ഭാവങ്ങളിലെ സ്ഥിതിയും എല്ലാ ഭാവങ്ങൾക്കും ശുഭകരമാണ്, ആ വ്യക്തിയുടെ ജീവിതത്തിന് ശുഭകരമാണ്. അതേസമയത്ത് ഒരു അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹത്തോട് ചേർന്നാണ് ലഗ്നാധിപൻ നിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ ലഗ്നത്തിന്റെ സ്വഭാവത്തെ ബാധിക്കും. ഈ ലഗ്നത്തിന്റെ രാശി ഏതാണെന്നുള്ളതും ലഗ്നാധിപന്റെ സ്ഥിതിയും ആ വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കും. അപ്പോൾ ഒരു അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഗ്രഹത്തോട് ചേർന്നോ അല്ലെങ്കിൽ ക്രൂരഗ്രഹങ്ങളോട് ചേർന്നോ ഒക്കെയാണ് ലഗ്നാധിപൻ നിൽക്കുന്നതെങ്കിൽ ആ ലഗ്നാധിപന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ആ വ്യക്തിയെയും ബാധിക്കും. ലഗ്നാധിപൻ ബലഹീനനായാൽ ദോഷഫലം കൂടുതലായിരിക്കും. അതായത് ആ വ്യക്തിക്ക് ധൈര്യം കുറയും. അതായത് കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനുള്ളൊരു ഇനിഷ്യേറ്റീവ് അയാൾക്ക് ഉണ്ടാകുകയില്ല. ലഗ്നാധിപൻ പാപഗ്രഹമായാൽ പോലും, ലഗ്നാധിപൻ എന്ന് പറയുന്നത് ഒരു പാപഗ്രഹമായാൽ പോലും ആ ഭാവത്തിന് ദോഷകാരകന് ആയിരിക്കുകയില്ല, ലഗ്നത്തിന് ദോഷകാരകനായിട്ട് വരികയില്ല. മാത്രമല്ല ആ ഭാവത്തിന് പുഷ്ടിയെ ചെയ്യുകയും ചെയ്യും. ലഗ്നാധിപൻ എവിടെ നിന്നാലും, അതായത് ലഗ്നാധിപൻ എപ്പോഴും ലഗ്നത്തിന് അല്ലെ വ്യക്തിക്ക് ഗുണം ചെയ്യുന്ന ഒരാളായിരിക്കും. ആ ലഗ്നാധിപൻ സ്ഥാനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുടെ യോഗം കൊണ്ടോ ക്ഷീണിതനായിട്ടിരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് വിജയം നേടാൻ സാധിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലഗ്നാധിപന് ദുസ്ഥാനാധിപത്യം ഉണ്ടായാൽ പോലും ആ ലഗ്നാധിപന്റെ ഫലമല്ലാതെ ദുസ്ഥാന അധിപൻ എന്നുള്ള ഫലം ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഈ ലഗ്നാധിപൻ തന്നെ 8ാമത്തെ ഭാവത്തിന്റെ അഷ്ടമാധിപനായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. 8ാമത്തെ ഭാവം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, മരണത്തിൻ്റെയൊക്കെ ഭാവമാണ്, നാശത്തിൻ്റെയൊക്കെ ഭാവമാണ്. അപ്പം ചില ഗ്രഹങ്ങൾ ഈ ലഗ്നത്തിൻ്റെയും 8ാം ഭാവത്തിൻ്റെയും അധിപനായിട്ട് ഒരേ ഗ്രഹം തന്നെ വരും. അങ്ങനെ ദുസ്ഥാനത്തിൻ്റെ അധിപനായിട്ട് വന്നാൽ പോലും ലഗ്നാധിപൻ ദോഷം ചെയ്യുകയില്ല. അതാണ് പറയുന്നത്. അതൊക്കെ പൊതു നിയമങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ലഗ്നാധിപൻ എപ്പോഴും നമുക്ക് ഗുണകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലഗ്നാധിപന്റെ അവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വം ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ലഗ്നം ശുഭക്ഷേത്രമായാൽ ദീർഘായുസ്സും മാന്യതയും ഉള്ളവനായിട്ട് തീരും. അതുപോലെ തന്നെ ലഗ്നാധിപൻ ലഗ്നത്തെ നോക്കിയാൽ, ലഗ്നത്തെ ദൃഷ്ടി ചെയ്താൽ നമ്മുടെ ധനം നിലനിൽക്കും. അതുപോലെ തന്നെ നല്ല കീർത്തിയും ഉണ്ടാകും. ഇതൊക്കെ പൊതു നിയമങ്ങളാണ്. അതുപോലെ തന്നെ ലഗ്നാധിപന് കേന്ദ്ര ത്രികോണങ്ങളിലൊക്കെ സ്ഥിതി ചെയ്യുകയും അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെയേറെ കീർത്തിയുള്ള ഒരു വ്യക്തിയായി ആയിരിക്കും. അതേസമയത്ത് ലഗ്നാധിപൻ ഒരു പാപക്ഷേത്രത്തിൽ നിൽക്കുകയും 6, 8, 12 എന്ന് പറഞ്ഞാൽ ദുസ്ഥാനങ്ങൾ അവിടെ ഏതെങ്കിലും ഒന്നിലാണ് നിൽക്കുന്നതെങ്കിൽ കീർത്തി ഇല്ലാത്തവനായിട്ട് മാറും. ആരോഗ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ലഗ്നാധിപതി പാപഗ്രഹങ്ങളോട് യോഗം ചെയ്ത് അനിഷ്ടസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ശരീരസുഖം വളരെ കുറവായിരിക്കും. ഇടയ്ക്കിടയ്ക്കെല്ലാം എന്തെങ്കിലും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലഗ്നം ഒരു പാപക്ഷേത്രമാകുകയും ലഗ്നാധിപൻ പാപക്ഷേത്രത്തിൽ നിൽക്കുകയും സൂര്യനും ചന്ദ്രനും ഒക്കെ പാപമധ്യസ്ഥിതി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജാതകൻ ബുദ്ധിമാനായിരിക്കുമെങ്കിലും ആ ബുദ്ധി ഉപയോഗിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും. അതായത് ഒരു വിവേകം ഉണ്ടായിരിക്കുകയില്ല ആ വ്യക്തിക്ക്. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതേസമയത്ത് ലഗ്നാധിപന് വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്, ശുഭഗ്രഹങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ കീർത്തിയും പ്രശസ്തിയും എന്നെന്നും നിലനിൽക്കുന്ന ധനവുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും.
പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനുള്ളത്. ഓരോരോ ഗ്രഹവും ലഗ്നാധിപനായിട്ട് വന്നാൽ എന്താണ് ഫലം എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത് മനസ്സിലാക്കാനായിട്ടും ഓർത്തിരിക്കാനായിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നാധിപൻ ഏത് ഭാവത്തെ നോക്കിയാലും ആ ഭാവത്തിന് പുഷ്ടി കിട്ടും. അതായത് ആ ഭാവത്തിന് നല്ല ഫലം ഉണ്ടായിരിക്കും. ലഗ്നാധിപൻ നല്ല ബലവാനായിട്ട് ശുഭഗ്രഹങ്ങളോട് ചേർന്ന് ശുഭഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ലഗ്നത്തിന് ബലം കൂടെ ഉണ്ടെങ്കിൽ നല്ല ശരീരബലവും നല്ല കീർത്തിയും ധനവും എല്ലാം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഒരു ജാതകം എടുത്തിട്ട് അതിൻ്റെ ലഗ്നം നോക്കുമ്പോൾ ആ രാശി ഏതാണ്, ആ ലഗ്നത്തിൻ്റെ അധിപനായിട്ട് വരുന്ന ഗ്രഹം എവിടെയാണ് നിൽക്കുന്നത്, ആരോട് ചേർന്നാണ്, അതെങ്ങോട്ടാണ് ദൃഷ്ടി ചെയ്യുന്നത്, ലഗ്നാധിപനെ ഏതെല്ലാം ഗ്രഹങ്ങളാണ് ദൃഷ്ടി ചെയ്യുന്നത്, ശുഭഗ്രഹങ്ങളാണോ പാപഗ്രഹങ്ങളാണോ, ലഗ്നാധിപൻ ഏതെല്ലാം ഗ്രഹങ്ങളുമായിട്ടാണ് യോഗം ചെയ്യുന്നത്, ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതെല്ലാമാണ്, പിന്നെ സർവോപരിയായിട്ട് സൂര്യൻ്റെ അവസ്ഥ, ലഗ്നത്തിൻ്റെ കാരകൻ എന്നറിയപ്പെടുന്ന സൂര്യൻ്റെ അവസ്ഥ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ ലഗ്നത്തിനെ പറ്റിയുള്ള സാമാന്യ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതെല്ലാം ശുഭകരമായ കാര്യങ്ങളാണ് കൂടുതലെങ്കിൽ. അതായത് സൂര്യൻ നല്ല സ്ഥാനത്താണ്, ലഗ്നാധിപൻ നല്ല സ്ഥാനത്താണ്, ലഗ്നം നല്ല ബലമുള്ള രാശിയാണ് എങ്കിൽ നമുക്ക് നല്ല ഫലങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കും, നല്ല ധനവും കീർത്തിയും പ്രശസ്തിയും നല്ല ജീവിതവും ഉണ്ടായിരിക്കും. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. പിന്നെ നമുക്ക് അവിടെ പ്രശ്നം വരുന്നെന്ന് പറഞ്ഞാൽ ദശാകാലങ്ങൾ കൊണ്ടുള്ള ചെറിയ ചെറിയ ദോഷങ്ങൾ ചില സമയത്തുണ്ടാകും. ഗ്രഹചാരവശാലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഓരോരോ കാലത്ത് ഉണ്ടാകും. എങ്കിൽ പോലും അതിനെല്ലാം തരണം ചെയ്തു പോകാനായിട്ട് ബലമുള്ള ലഗ്നമാണെങ്കിൽ സാധിക്കും. അപ്പം ലഗ്നം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സാമാന്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ലഗ്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.